ഇന്ത്യ ജനറൽ സെക്രട്ടറി ശ്രീ മുനമ്പം സന്തോഷ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ തീരദേശം ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മത്സ്യത്തൊഴിലാളികളോടും ഈ സമൂഹത്തോടുമുള്ള പൂർണ്ണമായ അവഗണന ഈ സമൂഹം തന്നെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ കേരളത്തിൻ്റെ 530 കിലോമീറ്റർ ദൂരമുള്ള ഈ കടലോരത്ത് വലിയൊരു സമൂഹം, കടലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിരിക്കുന്നതോടുകൂടി മുന്നറിയിപ്പുകളുടെ പ്രവാഹം. സത്യത്തിൽ ഒരു വർഷത്തിൽ 200 ദിവസവും കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ് കിട്ടുകയാണ്. ബാക്കിയുള്ള ദിവസമാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്. ആ ജോലി ചെയ്യുമ്പോൾ തന്നെ വട്ടി പലിശയ്ക്ക് കടം മേടിച്ചിട്ടാണ് കടലിൽ പോകുന്നത്. വട്ടി പലിശയ്ക്ക് കടം മേടിച്ച് കടലിൽ പോയാൽ മത്സ്യ ലഭ്യതയുടെ കുറവുണ്ട്. കിട്ടിയാ കിട്ടി, തിരിച്ചു വരുമ്പോൾ കടം തന്നാൾ കാത്തു നിൽക്കുകയാണ്, അല്ലേ? അത്രയും വലിയ ഗതികേടില്ല. 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. ഇപ്പൊ എത്രയാണ്? ബ്ലാക്ക് മാർക്കറ്റിൽ 140. ബ്ലാക്കിൽ ഭയങ്കര വിലയാണ്. പക്ഷെ അപ്പോഴും ഈ 25 രൂപ സബ്സിഡി തന്നെയാണ്. സബ്സിഡിയിൽ അതുപോലും കൃത്യമായി കിട്ടാത്ത സാഹചര്യമാണ് നിൽക്കുന്നത്. ഇവരെത്ര തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ചു? 2000 കോടി, 5000 കോടി. ഞാൻ ഇന്നാളെ കണക്കെടുത്തപ്പോൾ എല്ലാം കൂടി 12,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. കടലാസിലല്ല. ഞങ്ങൾ ചോദ്യം ചോദിച്ചു നിയമസഭയിൽ, എത്ര രൂപ ചെലവാക്കി? വട്ടപ്പൂജ, ഒരു പൈസയും ചെലവാക്കി. ഇവിടുത്തെ മന്ത്രി പോയി, എല്ലായിടത്തും പോയി, എന്നാൽ സദസ്സാണ്.